നമസ്കാരം. കൃത്യം ഒരു മാസം മുമ്പ്, അതായത് ഏപ്രിൽ 11 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം വന്നു. ഏതാനും മരുന്നുകൾ നിരോധിച്ചു എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ പൊതുജനം അറിയുന്നത്. ഒരു ഞെട്ടലോടെയാണ് പലരും ആ വാർത്ത വായിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയ പ്രളയമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആകെയുള്ള പ്രചരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്രമേഹത്തിനും പ്രഷറിനും കാലാകാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ മരുന്നുകൾ പല ഡോക്ടർമാരും എഴുതുന്നുണ്ട്. നിരോധിച്ച ഈ മരുന്നുകൾ എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ കഴിക്കുന്നതിലൂടെ, രോഗികൾ കഴിക്കുന്നതിലൂടെ അവർക്ക് വൻ അപകടമാണ്. നിരോധിച്ച മരുന്നുകൾ ഒന്നും തന്നെ ഇനി കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഊഹാപോഹങ്ങളും ആശങ്കകളും സമൂഹത്തിൽ നിറയുകയുണ്ടായി. നിങ്ങൾക്കും പല വാട്സാപ്പ് ഫോർവേഡ്സ് കിട്ടിക്കാണും ഈ ഒരു വിഷയത്തെക്കുറിച്ച്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വിഷയം കീറി മുറിച്ച് വിശകലനം ചെയ്ത് ഇതിലെന്താണ് യാഥാർത്ഥ്യം, ഇതിൽ ഏത് മരുന്നുകളാണ് നിരോധിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഒരു കാര്യം ഇവിടെ പറയട്ടെ. കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാനായിട്ട് ഓടരുത്. കാരണം ഇവിടെ മരുന്നുകൾ നിരോധിച്ചു എന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നത് ശരിയല്ല. മരുന്നുകളുടെ മിശ്രിതങ്ങൾ, ഏതാനും മിശ്രിതങ്ങൾ മാത്രമാണ് നിരോധിച്ചത്. ഈ നിരോധനം എന്ന് പറയുന്ന ഏർപ്പാട് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. കാലാകാലങ്ങളായിട്ട് ചില മരുന്നുകളും ചില മരുന്ന് മിശ്രിതങ്ങളും സർക്കാർ സംവിധാനം നിയന്ത്രണ വിധേയമാക്കാറുണ്ട്, ചിലപ്പോൾ നിരോധനത്തിന് വിധേയമാക്കാറുണ്ട്. നിരോധനം തന്നെ പിൻവലിച്ച ചരിത്രവും കൂടിയുണ്ട്. ഏതാണ്ട് 2014 നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പയോഗ്ലിറ്റസോൺ എന്നുള്ളൊരു മരുന്നിനെ കുറിച്ച് വലിയ വിവാദം ഉണ്ടായതായിരുന്നു. പയോഗ്ലിറ്റസോൺ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കും, യൂറിനറി ബ്ലാഡറിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നും അതിനാൽ അത് നിരോധിക്കുന്നുവെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അതോടെ അത് നിരോധിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇതിലൊന്നും കാര്യമായ പ്രശ്നമില്ല, അതിനാൽ നിരോധനം പിൻവലിക്കുന്നു എന്ന് സർക്കാർ വിജ്ഞാപനം വരികയുണ്ടായി. ഓർക്കുന്നുണ്ടാവും. എന്തിന്? 1996 നമ്മൾ ഇന്ന് എല്ലാവരും, പ്രമേഹമുള്ള എല്ലാവരും കഴിക്കുന്ന മരുന്നാണ് മെറ്റ്ഫോർമിൻ. US പോലും മെറ്റ്ഫോർമിൻ നിരോധിച്ചതായിരുന്നു 1996 വരെ. പിന്നീടാണ് ആ നിരോധനം മാറ്റിയത്. അപ്പോൾ നിരോധനം എന്ന് പറയുന്നത് മരുന്നുകളെ സംബന്ധിച്ചോളം ഒരു പുതുമയല്ല. ഇവിടെ മരുന്നുകളാണോ നിരോധിച്ചത്? അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ചില മരുന്നുകളുടെ മിശ്രിതങ്ങളാണ്. പിന്നെ എന്തിനാണ് ഈ മിശ്രിതങ്ങൾ നിരോധിച്ചത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ചോദ്യം സ്വാഭാവികമായി വരും, എന്തുകൊണ്ടാണ് ഈ മിശ്രിതങ്ങൾ നിരോധിച്ചത്? ഇത് അപകടമുള്ളത് കൊണ്ടാണോ? അല്ല. അപകടത്തിനേക്കാളുപരി ഈ മിശ്രിതങ്ങൾ പലതും അശാസ്ത്രീയവും യുക്തിരഹിതവുമായിട്ടുള്ളവയാണ്. എന്ന് വെച്ചാൽ അൺസയന്റിഫിക് ആൻഡ് ഇറാഷണൽ. എന്താണ് അൺസയന്റിഫിക് എന്ന് പറയുന്നത്? ഉദാഹരണം പറയും. പെട്രോളും ഡീസലും രണ്ടും ഇന്ധനങ്ങളാണ്, വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്, മോട്ടോഴ്സിനും അല്ലേ എൻജിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. രണ്ടും എടുക്കുന്നത് ക്രൂഡ് ഓയിലിൽ നിന്നാണ്. എന്നാൽ രണ്ടും ഒരുമിച്ച് ഒരേ എൻജിനിൽ പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും? ശരിയാവുമോ? ഇല്ല. കാരണം പെട്രോൾ ഇന്ധനം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന യന്ത്രം ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഡീസലും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടും പെട്രോളിയം പ്രോഡക്ട്സ് അല്ലേ, ക്രൂഡ് ഓയിലിൽ നിന്നല്ലേ എടുക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന യുക്തിരഹിതമാണ്, അശാസ്ത്രീയമാണ്. ഏതാണ്ട് അതുപോലെയാണ് നമ്മൾ മരുന്നുകളെയും കാണേണ്ടത്. ഇതിൽ ഇപ്പൊ ഈ ലിസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ലിങ്ക്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റാണിത്, ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് അല്ല, ദയവായി ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലിസ്റ്റാണ്. ഇതിൽ മൊത്തം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന മരുന്ന് മിശ്രിതങ്ങൾ 35 എണ്ണമാണ്. ഈ 35 എണ്ണത്തിൽ ഏതാണ്ട് 4-5 എണ്ണം പ്രമേഹ രോഗികൾ കഴിക്കുന്നവയും, ഏതാണ്ട് 2-3 എണ്ണം പ്രഷറുള്ളവർ കഴിക്കുന്നതും, 2-3 എണ്ണം കാർഡിയക് ഇഷ്യൂസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ കഴിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ പ്രമേഹ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10 തരത്തിലുള്ള മിശ്രിതങ്ങൾ ഇതുണ്ട്. ഇതിൽ ഓരോ മിശ്രിതം നമ്മൾ, അതായത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഓരോ മിശ്രിതം നമ്മൾ പരിശോധിച്ചാൽ
ഒരു കാര്യം വ്യക്തമാവും, ഇവ പണ്ടേ തന്നെ അശാസ്ത്രീയമായി കാണപ്പെട്ടവയായിരുന്നു. ഉദാഹരണം തന്നെ ഐറ്റം നമ്പർ 3 എടുക്കുക. ഇതിൽ മെറ്റ്ഫോമിൻ 500 മില്ലിഗ്രാം, ഗ്ലിമെപ്പറൈഡ് 3 മില്ലിഗ്രാം, ഡാപ്പാഗ്ലിഫ്ലോസിൻ 10 മില്ലിഗ്രാം എന്ന ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻസിനെ മെഡിക്കൽ സയൻസിൽ FDCs എന്നാണ് പറയുന്നത്. അതായത് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് അഥവാ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് എന്നും പറയും FDCs. ഈ FDCs എല്ലാം തന്നെ ശാസ്ത്രീയമല്ല. അശാസ്ത്രീയമായ ഒരു FDCയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഐറ്റം നമ്പർ 3 ലിസ്റ്റ് നോക്കുക. മെറ്റ്ഫോർമിൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മരുന്നാണ്. ഗ്ലിമെപ്പറൈഡ് അതും എല്ലാവർക്കും സുപരിചിതമാണ്. ഡാപ്പാഗ്ലിഫ്ലോസിൻ ഈ അടുത്ത കാലത്ത്, അതായത് 10-12 വർഷങ്ങൾക്കുള്ളിൽ വന്ന SGLT2 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ട ഒരു മരുന്നാണ്. ഇനിയിപ്പോൾ എന്താണ് ഇവയുടെ അശാസ്ത്രീയത എന്ന് നമുക്ക് നോക്കാം. മെറ്റ്ഫോർമിൻ, ശ്രദ്ധിച്ചോളൂ, മെറ്റ്ഫോർമിൻ കൊടുക്കേണ്ടത് ആഫ്റ്റർ ഫുഡാണ്. ഗ്ലിമെപ്പറൈഡ് 3 മില്ലിഗ്രാം കൊടുക്കേണ്ടത് ബിഫോർ ഫുഡാണ്. ഡാപ്പാഗ്ലിഫ്ലോസിൻ ഫുഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഫുഡിന് മുമ്പോ ശേഷമോ കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലിമെപ്പറൈഡ് എന്ന് പറയുന്ന ലോങ് ആക്ടിങ് സൾഫോണിൽ യൂരിയ എന്ന് വെച്ചാൽ 24 മണിക്കൂറിനടുത്ത് പ്രവർത്തന സമയമുള്ള ഒരു മരുന്നാണ് ഗ്ലിമെപ്പറൈഡ്. അതായത് ഒറ്റ തവണ മാത്രം കൊടുക്കേണ്ടി വരുന്നത്. 3 മില്ലിഗ്രാംസ് ഒക്കെ ഒറ്റ തവണ കൊടുത്താൽ മതി. 0.5 അല്ലെങ്കിൽ 1 മില്ലിഗ്രാം ചിലപ്പോൾ BID, അതായത് ട്വൈസ് ഡെയിലി ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും 3 മില്ലിഗ്രാം ഒക്കെ വൺസ് ഡെയിലി കൊടുത്താൽ മതി. അപ്പോൾ വൺസ് ഡെയിലി കൊടുക്കേണ്ട ഈ ഗ്ലിമെപ്പറൈഡ് ട്വൈസ് അല്ലെങ്കിൽ ഈവൻ ത്രൈസ് ഡെയിലി, ദിവസേന 2-3 തവണ വീതം കൊടുക്കേണ്ട മെറ്റ്ഫോർമിൻ്റെ കൂടെ സംയോജിപ്പിക്കുന്നതിൻ്റെ ശാസ്ത്രീയത എന്താണ്? അതുപോലെ ഡാപ്പാഗ്ലിഫ്ലോസിൻ, ഈ മിശ്രിതത്തിന്റെ മൂന്നാമത്തെ ചേരുവ ഡാപ്പാഗ്ലിഫ്ലോസിനാണ്. ഡാപ്പാഗ്ലിഫ്ലോസിനും ഒരു നേരം മാത്രം കൊടുക്കേണ്ട 10 മില്ലിഗ്രാംസ് ഒരു നേരം കൊടുക്കേണ്ട മരുന്നാണ്. എന്നാൽ മെറ്റ്ഫോർമിൻ അങ്ങനെയല്ല കേട്ടോ. മെറ്റ്ഫോർമിൻ 2 തവണയോ ചിലപ്പോൾ 3 തവണ വരെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ 2-3 തവണയൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു മരുന്ന്, ഒരൊറ്റ തവണ മാത്രം കൊടുക്കേണ്ടി വരുന്ന മറ്റൊരു മരുന്ന്, വീണ്ടും ഒരൊറ്റ തവണ മാത്രം കൊടുക്കേണ്ടി വരുന്ന മൂന്നാമത്തെ ഒരു മരുന്ന്, ഇവ മൂന്നും സംയോജിപ്പിട്ട് അല്ലെങ്കിൽ മിശ്രിതപ്പെടുത്തി ഒരേ ടാബ്ലറ്റ് ഫോമിൽ കൊടുക്കുന്നതിന് എന്താണ് ശാസ്ത്രീയതയുള്ളത്? ഇത്തരത്തിൽ യുക്തിരഹിതമായ മിശ്രിതങ്ങൾ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് മരുന്നുകൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഗ്ലിമെപ്പറൈഡോ മെറ്റ്ഫോർമിനോ ഡാപ്പാഗ്ലിഫ്ലോസിൻ സിറ്റാഗ്ലിപ്റ്റിൻ ഇവയൊന്നും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടില്ല. പ്ലീസ് നോട്ട് ദ പോയിന്റ്. അപ്പോൾ ചുമ്മാ ഈ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഊഹാപോഹങ്ങളിൽ വീടാതെ ആശങ്കപ്പെടാതെ നിങ്ങൾ ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്നുകൾ തുടരാം. എന്നാൽ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അശാസ്ത്രീയ മിശ്രിതങ്ങൾ ഒഴിവാക്കണം. ഇപ്പോൾ ഇവിടെ നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസിനോടൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ട് പരമാവധി. കാരണം എല്ലാവരോടും ഇത് നമുക്ക് വിശദീകരിച്ച് ഇങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല, ഇതിൻ്റെ പശ്ചാത്തലം പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ മിശ്രിതത്തിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനെടുത്ത മെറ്റ്ഫോർമിൻ എന്നുള്ളത് നമ്മൾ ട്വൈസ് ഡെയിലി 500 മില്ലിഗ്രാം ട്വൈസ് ഡെയിലി, അതിന് നിരോധനമൊന്നുമില്ല. ഗ്ലിമെപ്പറൈഡ് 3 മില്ലിഗ്രാം ഉണ്ട്, അത് വൺസ് ഡെയിലി കഴിക്കാൻ പറയും. ഡാപ്പാഗ്ലിഫ്ലോസിൻ 10 മില്ലിഗ്രാം ഉണ്ട്, അതും വൺസ് ഡെയിലി കഴിക്കാൻ പറയും. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം വരുന്ന ചെറിയൊരു വിഷയം വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ 3 ഗുളികകളുടെയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മിശ്രിതം ഒറ്റ തവണ കഴിച്ചാൽ അല്ലെങ്കിൽ 2 തവണ കഴിക്കുന്നതിന് പകരം ഇപ്പൊ നിങ്ങൾ ദിവസേന 4-5 ടാബ്ലറ്റോ കഴിക്കേണ്ടി വന്നേക്കാം. അങ്ങനത്തെ ഒരു ചെറിയ ഒരു അസൗകര്യം ഇവിടെ ഉണ്ടാവാം. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, ബിക്കോസ് സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ ആ ഒരു സുരക്ഷ പരിഗണിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയും വരും കാലങ്ങളിൽ അശാസ്ത്രീയമായ പല മിശ്രിതങ്ങളും നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന പ്രമേഹത്തിന് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ പ്രഷറിന് വേണ്ടിയുള്ളതോ ഹാർട്ടിന് വേണ്ടിയുള്ളതോ അതായ യാതൊരു മരുന്നും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടില്ല. മിശ്രിതങ്ങൾ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്തൊരു വിഷയത്തിലേക്കും വരാം. ഈ മിശ്രിതങ്ങൾ എന്ന് പറയുമ്പോൾ ടാബ്ലറ്റ്സ് മാത്രമാണെന്ന് നമുക്ക് തോന്നും. റോങ്. അവയിൽ ക്രീംസ്, ഓയിൻമെന്റ്സ്, സിറപ്സ്, ടോണിക്സ് പലതും പെടും. ഇൻഫാക്ട്
ടാബ്ലറ്റ്സിനെക്കാളും ഗുളികകളെക്കാളും കൂടുതൽ അശാസ്ത്രീയമായ മിശ്രിതങ്ങൾ കണ്ടുവരുന്ന സിറപ്സിലും ടോണിക്സിലുമാണ്. ഇത് പലർക്കും അറിയില്ല. അതുപോലെ ക്രീംസിൽ, ഈ ലിസ്റ്റിൽ നിങ്ങൾ 34ാമത്തെ ഐറ്റം കണ്ടാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഞെട്ടും. കാരണം ഈ ഒരു ക്രീമിൽ 5 തരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കീറ്റോകോണസോൾ, ഐഡോക്ലോർ, ഹൈഡ്രോക്സിക്വിനലോൺ, ടോൾഫാൻറ്റേറ്റ്. എനിക്ക് വായിക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്നുണ്ട്, കാരണം അത്രയും. ക്ലോബെറ്റസോൾ, നിയോമൈസിൻ. എന്തിനാണ് ഇതെന്താ, അവിയലോ? കണ്ണിക്കണ്ട പച്ചക്കറികളെല്ലാം എടുത്തിരുന്ന പോലെ കണ്ണിക്കണ്ട രാസപദാർത്ഥങ്ങളൊക്കെ മിശ്രിതപ്പെടുത്തി ഒരു ഓയിൻമെന്റ്. ഇത് നിരോധിക്കേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ നിരോധിച്ചു എന്നുള്ളത് അതിനെ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. ആക്ച്വലി നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷ പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇസ് വിജിലന്റ്. വളരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ തന്നെ ഈ നോട്ടീസിന്റെ തന്നെ ആദ്യ ഭാഗത്ത് നോക്കി, 2013 തുടങ്ങിയ പ്രക്രിയയാണത്. 2013 മുതൽ കേന്ദ്ര സർക്കാർ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക, നിങ്ങളിത് പിൻവലിക്കണം, ഇത് അശാസ്ത്രീയമാണ്, പിൻവലിക്കണമെന്ന്. ആരും ചെവി കൊണ്ടില്ല. അതുകൊണ്ട് നിരോധനം ഏർപ്പെടുത്തി. വളരെ നല്ല കാര്യമല്ലേ അത്? ദാറ്റ്സ് ആക്ച്വലി ഗുഡ്. വീണ്ടും പറയട്ടെ, മരുന്നുകളല്ല, മരുന്ന് മിശ്രിതങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത്. ഇനി വരും കാലങ്ങളിലും അത് സംഭവിക്കാൻ തന്നെയാണ് ഇട. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റിക് കെയർ ഇന്ത്യയിലൂടെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും. വിൽ കീപ് അപ്ഡേറ്റിംഗ് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.